ദേവേട്ടനോ? പാറു എന്താ ഇവിടെ? ക്രെഡിറ്റ് കാർഡ് വല്ലതും എടുത്തോ? ദേവേട്ടാ ഞാൻ പിന്നെ അല്ല, ഏതോ ഒരു കുട്ടി ഇവിടെ ഇന്റർവ്യൂവിന് വരുന്നു പറഞ്ഞു. എന്നിട്ട് ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ. ഞാൻ തന്നെയാണ് ഇന്റർവ്യൂവിന് വന്നത്. ഒരു ജിം ഇൻസ്ട്രക്ടർ ക്രെഡിറ്റ് കാർഡിന്റെ വെരിഫിക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലോ? ഓ, അപ്പൊ ജിമ്മിലെങ്ങും പോണ്ടേ? അല്ല, അത് ഞാൻ വിട്ടു. അതേതായാലും നന്നായി. ഏതായാലും ഒരു ആപത്ത് വന്നപ്പോ പാറു എന്നെ തന്നെ തേടി വന്നല്ലോ, ഈ ദേവേട്ടന്റെ അടുത്ത്. ഇരിക്കു പാറു. റോയി വന്നിട്ടുണ്ടോ? ഉണ്ട്, പുറത്ത് ഫ്രണ്ടിനോട് സംസാരിക്കാം. എന്താ വിളിക്കണം? വേണ്ട 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 വേണ്ട, ചോദിച്ചതേ ഉള്ളൂ. പിന്നെ പുതിയ വീട്ടിലെ താമസമൊക്കെ എങ്ങനെയുണ്ട്? സുഖം. പിന്നെ ദേവേട്ടാൻ എപ്പോഴാ ഒരു കാര്യം ഓർത്തത്? എനിക്കൊരു മെയിൽ അയക്കാനുണ്ട്. ഇന്റർവ്യൂവിന് വന്നപ്പോഴാണോ മെയിൽ അയക്കുന്നത്? അതൊരു അത്യാവശ്യ മെയിലാണ്. ഇന്റർവ്യൂവിനേക്കാൾ അത്യാവശ്യമായി എന്ത് മെയിലാ എന്റെ പാറു? അതെന്റെ ഒരു ഒഫീഷ്യൽ മെയിൽ ആയതുകൊണ്ടാ. അതെന്റെ ഒരു പഴയ കോ ഇൻസ്ട്രക്ടറിന് അയക്കാനുള്ളതാ. എന്റെ പാറു 10 മിനിറ്റ് എടുക്കത്തുള്ളൂ. ഇന്റർവ്യൂ ഞാൻ ടക്കേന്ന് പാസ്സാക്കി വിട്ടേക്കാം. അല്ലാലും പാറുവിന് എന്ത് ഇന്റർവ്യൂ? നമുക്കിങ്ങനെ ഇരുന്ന് അയ്യോ ദേവേട്ടാ, ഞാൻ അല്ല റോയിച്ചോ, അയ്യോ എന്താ ഇവിടെ? ഞാൻ പഴയൊക്കെ മറന്നു വിചാരിച്ചു. മറന്നോന്നൊരു സംശയം. ദേവേട്ടനെ റോയ്ക്ക് അറിയാൻ മേലേ? റോയ് ഒരു കാര്യം പറഞ്ഞാ പിന്നെ ഞാൻ തട്ടിക്കളയൂ? എനിക്കത് കേട്ടാ മതി. എന്താ ഞങ്ങൾ ഇറങ്ങാം? പിന്നെന്താ, അവനെ ചെന്നാട്ടെ. ശരി. മോളെ സൂക്ഷിച്ചു പോണേ. അല്ല, ഇന്റർവ്യൂവിന്റെ കാര്യം എന്താന്ന് MD ചോദിച്ചാൽ ഞാൻ എന്ത് പറയാം? അത് ദേവേട്ടൻ സൗകര്യമായിട്ട് ആലോചിച്ച് എന്താന്ന് വെച്ചാ പറഞ്ഞാ മതി. ഓക്കെ ഓക്കെ ഓക്കെ. വാ. തട്ടി കിട്ടിയനെ. അത് പറഞ്ഞ കൈ കണ്ടില്ലേ? പിന്നെ സൈസാവും തോരത്തിന്. എന്താ? സത്യം പറഞ്ഞ ദേവേട്ടന്റെ മോൻ കണ്ടപ്പോ തന്നെ എനിക്ക് ചിരി വന്നു. അല്ല, പഴയതൊന്നും റോയ് പറഞ്ഞത് മറന്നിട്ടില്ല എന്ന് പറഞ്ഞപ്പോ ഞാൻ കരുതി എന്താന്ന്. ഇപ്പഴല്ലേ എനിക്ക് കാര്യം മനസ്സിലായത്. നിന്റെ മിസ് കോൾ കണ്ടപ്പോ ഞാൻ കരുതി കൂടെ വന്ന ആളെ കാണാൻ വേണ്ടി മാനേജർ വിളിപ്പിക്കുന്നതായിരിക്കും. വന്ന് കേറിയപ്പോഴല്ലേ മനസ്സിലായേ സംഗതി ഇതാന്ന്. ദേവേട്ടൻ ഇവിടെയാണോ വർക്ക് ചെയ്യുന്നത്? അതങ്ങനെ പലയിടത്തായിട്ടുണ്ട്. പിന്നെ കൂട്ടത്തില് LICയുടെ പണി വേറെ ഉണ്ട്. ആള് കൊള്ളല്ലോ ദേവേട്ടൻ. മാസം നല്ല കാശുണ്ടാക്കുന്നുണ്ടാവും അല്ലേ? ആള് കോഴിയാണെങ്കിലും അധ്വാനിയാണ്. അല്ല, റോയ്ച്ചനിപ്പോ എങ്ങോട്ടാ? കോഫി ഷോപ്പിലേക്ക്. നീ വരുന്നില്ലേ? അപ്പം ഞാൻ കരുതി നീ തിരിച്ച് ദേവേട്ടന്റെ ഓഫീസിലേക്ക് പോകണമെന്ന്. അയ്യോ എന്റെ പൊന്നോ, ഞാനില്ലേ. അതിലും ഭേദം കോഴിക്കടയിൽ നിൽക്കുന്നതായിരിക്കും അല്ലേ?